ആശാ വർക്കർമാരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട് UDF സർക്കാരിനും മുഖ്യമന്ത്രി VD സതീശനുമെതിരെ കടുത്ത രാഷ്ട്രീയ ആക്രമണമാണ് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നടക്കുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നൽകിയ വൻ കോൺട്രാക്ട് പ്രഖ്യാപനങ്ങളും അധികാരത്തിലെത്തിയപ്പോഴുള്ള വഞ്ചനാപരമായ നിലപാടുകളും അക്കമിട്ട് തുറന്നു കാട്ടിയാണ് മുൻ ധനമന്ത്രിയും കൊട്ടാരക്കര MLAയുമായ KN ബാലഗോപാൽ ഇതിനെതിരെ പ്രതികരിച്ചത്. UDFന്റെ കടുത്ത തൊഴിലാളി വിരുദ്ധ സമീപനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്നും നിലവിലെ വേതന വർധനവ് മല എലിയെ പ്രസവിച്ചതുപോലെ ആയിപ്പോയെന്നും അദ്ദേഹം ശക്തമായി പരിഹസിച്ചു. തുടർഭരണത്തിലേക്ക് UDF എത്തിയതിനു പിന്നാലെ അവർ നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എത്രത്തോളം പൊള്ളയും ജനവഞ്ചനയുമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട്. ആശാപ്രവർത്തകരുടെ സമരകാലത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ വാനോളം ഉയർത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം അധികാര കസേരയിലെത്തിയപ്പോൾ വിസ്മരിച്ച മട്ടാണ്. തങ്ങൾ അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുമെന്നായിരുന്നു UDFന്റെ അന്നത്തെ വീമ്പു പറച്ചിൽ. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളോളം ആശാ തൊഴിലാളികൾ സമരം ചെയ്തപ്പോൾ അധികാരത്തിൽ എത്താൻ വേണ്ടി മാത്രം അവരെ UDF ആയുധമാക്കുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന നടപടികളാണ് പുറത്തു വരുന്നത്. അധികാരമേറ്റ ശേഷം വെറും 3,000 രൂപയുടെ നേരിയ വർധനവ് മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് KN ബാലഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തുറന്നടിക്കുകയും ചെയ്തു. UDFന്റെ ഈ വഞ്ചനയ്ക്ക് മറുപടിയായി കഴിഞ്ഞ LDF സർക്കാരുകൾ ജനകീയ തൊഴിലാളി വർഗത്തോട് കാണിച്ച ആത്മാർത്ഥതയുടെ കണക്കുകളും മുൻ ധനമന്ത്രി നിരത്തുന്നുണ്ട്. ഇടതുപക്ഷ സർക്കാരുകൾ എന്നും അധ്വാനിക്കുന്നവന്റെ പക്ഷത്തായിരുന്നു എന്നതിന് വ്യക്തമായ ചരിത്രമാണുള്ളത്. ഒന്നാം പിണറായി സർക്കാർ ചുമതലയേൽക്കുമ്പോൾ വെറും 1,000 രൂപ മാത്രമായിരുന്നു ആശാപ്രവർത്തകരുടെ ഓണറേറിയം. രണ്ടാം പിണറായി സർക്കാർ ചുമതലയൊഴിയുമ്പോൾ 9,000 രൂപയാക്കിയാണ് ഇത് വർദ്ധിപ്പിച്ചത്. അതായത് 8,000 രൂപയുടെ വർധനവാണ് ഇടതു ഭരണകാലത്ത് ഈ തൊഴിലാളികൾക്കായി ഉറപ്പാക്കിയത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന 6 മാസത്തിനുള്ളിൽ മാത്രം 2 തവണയായി 2,000 രൂപയുടെ വർധനവ് വരുത്താനുള്ള ആർച്ചവവും ഇടതുപക്ഷം കാണിച്ചു. ഇതിനൊപ്പം അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, സ്കൂൾ പാചക തൊഴിലാളികൾ, കരാർ ജീവനക്കാർ തുടങ്ങിയ എല്ലാ സാധാരണക്കാരായ വിഭാഗങ്ങൾക്കും ഇതേ നിരക്കിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു നൽകിയ ചരിത്രവും ഇടതുപക്ഷത്തിനുണ്ട്. UDFന്റെ മുൻകാല ചരിത്രവും ഇതേ തൊഴിലാളി വിരുദ്ധത നിറഞ്ഞതാണെന്ന് ബാലഗോപാൽ ഓർമ്മിപ്പിക്കുകയാണ്. VS അച്യുതാനന്ദൻ സർക്കാർ ചുമതലയൊഴിയുമ്പോൾ 500 രൂപയായിരുന്ന ആശാ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന സമരം കേരളം മറന്നിട്ടില്ല. 5 വർഷത്തെ ഭരണത്തിനൊടുവിൽ അത് വെറും 500 രൂപയുടെ വർധനവ് മാത്രമായിട്ടാണ് കൂട്ടിയത്. അതും പ്രഖ്യാപിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ. ഇതാണ് UDFന്റെ യഥാർത്ഥ മുഖമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ലായ ആശാ വർക്കർമാരെ UDF സർക്കാർ രാഷ്ട്രീയ ലാഭത്തിനായി വഞ്ചിച്ചുവെന്ന വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമാക്കാൻ LDF ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കും. കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷവും കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്ത് സമാനതകളില്ലാത്ത സേവനം അനുഷ്ഠിച്ച വനിതകളെയാണ് കേവലം 3,000 രൂപ എറിഞ്ഞു കൊടുത്ത് സർക്കാർ അപമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ UDF നേതാക്കൾ നേരിട്ടെത്തി നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ഇടതുപക്ഷ സംഘടനകൾ രൂപം നൽകുമെന്ന് ഉറപ്പാണ്. വരാനിരിക്കുന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ ഈ ജനദ്രോഹ നിലപാടുകൾ LDF വലിയ രാഷ്ട്രീയ ആയുധമാക്കും.